നമ്മുടെ ദൈവം സർവശക്തിയാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ഇത്രമാത്രം ശ്രേഷ്ഠനും വലിയവനുമായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എങ്കിൽ കൂടിയും നമ്മിൽ പലരും ഈ ദൈവത്തെ വളരെ ചെറിയ നിലയിലാണ് കണ്ടിരിക്കുന്നത്. അത് നിമിത്തം ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനോ വൻ പ്രവർത്തികൾ അനുഭവിക്കുവാനോ കഴിയാതെ പോകുന്നു. A.W. ടോസർ പറഞ്ഞിരിക്കുന്നത്, എ ലോ വ്യൂ ഓഫ് ഗോഡ് ഈസ് ദി കോസ് ഓഫ് 100 lesser evils. എ ഹൈ വ്യൂ ഓഫ് ഗോഡ് ഈസ് ദി സൊല്യൂഷൻ ടു 10,000 temporal problems. ദൈവത്തെക്കുറിച്ചുള്ള താഴ്ന്ന കാഴ്ചപ്പാടാണ് 100 ചെറിയ തിന്മകൾക്ക് കാരണം. 10,000 ലൗകിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്ന കാഴ്ചപ്പാട്. ദൈവത്തെക്കുറിച്ച് താഴ്ന്ന കാഴ്ചപ്പാടുള്ളവർ 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായും സങ്കല്പിപ്പാൻ കഴിയുകയില്ല എങ്കിലും തിരുവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നവ നിശ്ചയമായും നാം അറിഞ്ഞിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്ന കാഴ്ചപ്പാട് 2 കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുന്നു. 1, ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത് അവനെ ആരാധിക്കുവാൻ സഹായിക്കുന്നു. 2, നമ്മുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികമായ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയാകുന്നു. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരുമെന്ന് പറയുവാൻ കാരണം ആ മഹാപർവ്വതത്തിന് പിറകിൽ പർവ്വതത്തേക്കാൾ വലിപ്പമുള്ള ദൈവത്തെ പ്രവാചകൻ കണ്ടതുകൊണ്ടാണ്. 147-ാം സങ്കീർത്തനം 5-ാം വാക്യം, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളുടെ പിറകിൽ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവത്തെ കാണുക. നമ്മുടെ ചിന്തനങ്ങളെക്കാൾ, ബുദ്ധിയേക്കാൾ, ഇതുവരെയുള്ള അനുഭവത്തെക്കാൾ ദൈവത്തിൻ്റെ സർവശക്തിയെയും സർവജ്ഞാനത്തെയും സർവവ്യാപിത്വത്തെയും കാണുക. നമ്മുടെ 10,000 വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവൻ്റെ പക്കലുണ്ട്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.